പ്രിയപ്പെട്ടവരെ, ഈ ലക്കമാഴ്ചവട്ടം കർഷക സമരത്തിനെതിരായി കേന്ദ്ര സർക്കാർ നടത്തുന്ന അടിച്ചമർത്തലിനെ കുറിച്ചാണ് പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ന്യായമായ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ഉത്തരേന്ത്യയിലെ, വിശേഷിച്ച് പഞ്ചാബ് പോലുള്ള മേഖലകളിലെ കൃഷിക്കാർ സംഘടിതമായ സമരം ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 13 മാസക്കാലം നീണ്ടുനിന്ന കർഷക പ്രക്ഷോഭം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നൽകിയ താങ്ങുവില ഉൾപ്പെടെയുള്ള കൃഷിക്കാരുടെ ആവശ്യങ്ങൾ, ന്യായമായ ആവശ്യങ്ങൾ സംബന്ധിച്ച് സമരരംഗത്തുള്ള കർഷക സംഘടനകൾക്ക്, സമരസമിതിക്ക് നൽകിയ ഉറപ്പുകളൊന്നും ഇതുവരെയും പാലിക്കാത്ത സാഹചര്യത്തിലാണ് രണ്ടാമത് തീഷ്ണമായ കർഷക സമരം ആരംഭിക്കുന്നതിന് ഇപ്പോൾ കർഷക സംഘടനകൾ ഇപ്പോൾ നിർബന്ധിതരായത്. എന്നാൽ രാജ്യത്തിന് അന്നം തരുന്ന, രാജ്യത്തെ അന്നമൂട്ടുന്ന കൃഷിക്കാരെ ശത്രുക്കളെ നേരിടുന്നത് പോലെയാണ് കേന്ദ്ര ഗവൺമെൻറ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്, അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണാനാകുന്നത്. ശത്രു രാജ്യത്തെ ഏത് വിധത്തിലാണോ ഒരു യുദ്ധ സന്ദർഭത്തിൽ നേരിടുന്നത്, അതേ രീതിയിൽ BJP ഭരിക്കുന്ന ഹരിയാനയിലെ ഗവൺമെൻറ്റിൻ്റെ പോലീസ് അവിടെ ശംഭു അതിർത്തിയിൽ കൃഷിക്കാരെ ആക്രമിച്ചു എന്നതാണ് വസ്തുത. ഡൽഹി ചലോ മാർച്ചിൽ പങ്കെടുക്കുന്ന കർഷകർ തന്നെ, അനുഭവസ്ഥരായ കർഷകർ തന്നെ, ആയിരക്കണക്കായ കർഷകർ തന്നെ ഇത് മാധ്യമങ്ങളോടും ലോകത്തോടും തുറന്നു പറയുന്ന നിലയുണ്ടായിരിക്കുകയാണ്. ഇൻ്റർനെറ്റെല്ലാം റദ്ദ് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. അതുപോലെ മെസ്സേജുകൾ അയക്കുന്നത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജുകൾ അയക്കുന്നതെല്ലാം തടയുന്നു. അതുപോലെ റോഡുകളിലെല്ലാം ബാരിക്കേഡുകൾ, മതിലുകൾ, കമ്പിവേലികൾ ഇതെല്ലാം ഉയർത്തി കർഷകരുടെ ഡൽഹി മാർച്ചിനെ എല്ലാ നിലയിലും നേരിടുകയാണ്, തടുക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത്. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് കണ്ണീർ വാതകം പ്രയോഗിക്കുന്നത്. അതിനെല്ലാം പുറമെയാണ് കർഷകർക്ക് നേരെ റബ്ബർ വെടിയുണ്ടകൾ, അതുപോലെ പെല്ലറ്റ് ഉപയോഗിച്ചുള്ള പ്രയോഗങ്ങൾ. ഇതെല്ലാം ഈ സമീപകാല ചരിത്രത്തിൽ ഏറ്റവും ഭീകരമായ അധ്യായങ്ങളാണ്. ഇവിടെ പഞ്ചാബിൽ നിന്നെത്തിയ ഒട്ടേറെ കർഷകർ അവിടെ ഹരിയാനയുടെ ശംഭു അതിർത്തിയിലുണ്ടായ പോലീസ് അതിക്രമങ്ങളിൽ പരിക്കേറ്റ് ഇപ്പോഴും ആശുപത്രിയിൽ കിടക്കുകയാണ്. 100 കണക്കിന് ആളുകൾ ആശുപത്രിയിൽ കിടക്കുകയാണ്. അങ്ങേയറ്റം ക്രൂരമായ പൈശാചികമായ ആക്രമണമാണ് തങ്ങൾക്ക് നേരെ ഉണ്ടായതെന്ന് പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുന്ന കൃഷിക്കാർ അവർ പത്രങ്ങളോട് വിശദീകരിക്കുന്നത് മാധ്യമങ്ങളിലൂടെ നാം കാണുകയാണ്. അവിടെ ദേഹമാസകലം പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുന്ന ചില കൃഷിക്കാരുടെ ഫോട്ടോ സഹിതം ഉള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ശത്രു രാജ്യത്ത് നിന്ന് നുഴഞ്ഞു കയറി ഇവിടെ അതിക്രമം കാണിക്കാൻ വന്നവരെന്ന പോലെയാണ്, അവരെ നേരിടുന്നത് പോലെയാണ് പോലീസ് പെരുമാറിയത് എന്ന് അവർ തന്നെ പറയുന്നു. കൃഷിക്കാർ, അനുഭവസ്ഥരായ കൃഷിക്കാർ തന്നെ ഹൃദയഭേദകമായ തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ അവർ വിശദീകരിക്കുകയാണ്. ശംഭു അതിർത്തിയിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയാണോ എന്ന് തോന്നിപ്പോകാവുന്ന വിധത്തിലാണ് പാക് സൈന്യത്തോട് എന്ന പോലെയാണ് ഞങ്ങളെ നേരിട്ടത് എന്നാണ് കൃഷിക്കാർ തന്നെ പറഞ്ഞിരിക്കുന്നത്. കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെടുത്തുന്ന വിധത്തിലാണ് ഈ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള ഇന്നോളമില്ലാത്ത നിലയിലുള്ള കണ്ണീർ വാതക ആക്രമണങ്ങൾ അത് പ്രയോഗിക്കുന്ന രീതിയുണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ട് ഒട്ടേറെ പേർക്ക് കാഴ്ചശക്തി നഷ്ടമായി എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. ഹരിയാന പോലീസിൻ്റെ കണക്കനുസരിച്ച് തന്നെ ഏതാണ്ട് 5000-ഓളം കണ്ണീർ വാതക ഷെല്ലുകൾ പ്രയോഗിച്ചതായിട്ടാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കണ്ണീർ വാതക ഷെല്ല് പൊട്ടി അവിടെ ഒരു കർഷകൻ്റെ ശരീരത്തിലുണ്ടായ മുറിവുകൾ, അതെല്ലാം മാധ്യമങ്ങൾ ഇന്ന് വലിയ തോതിൽ അതിൻ്റെ ഭീകരത പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അനേകം കൃഷിക്കാർക്കാണ് ഇതുപോലെ പരിക്ക് പറ്റിയത്. അതുപോലെ ആശുപത്രിയിൽ മാത്രം, അവിടെ രാജ്പുര ആശുപത്രിയിൽ മാത്രം പരിക്കേറ്റ അനേകം ആളുകൾ ഇപ്പോഴും അവിടെ ചികിത്സയിലാണ്. തലയിലും കണ്ണിലും അതുപോലെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഗുരുതരമായി പരിക്കേറ്റവരെ അവിടെ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തെ തന്നെ പ്രത്യേക പ്രശസ്തമായ
പട്യാല ആശുപത്രിയിലേക്ക് മാറ്റിയ വാർത്തയും നാം മാധ്യമങ്ങളിലൂടെ കാണുന്നു. ഇവിടെ ആഴത്തിലുള്ള മുറിവുകളുള്ളവരും കൈകാലുകൾ ഒടിഞ്ഞവരും എല്ലാം അനേകം പേരാണ് ഇപ്പോൾ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ കിടക്കുന്നത്. തങ്ങളുടെ അതിർത്തിയിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതിനെതിരെ പഞ്ചാബ് ഗവൺമെൻറ് ഹരിയാനക്ക് ഇപ്പോൾ കത്ത് നൽകിയതായും മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നിരിക്കുകയാണ്. കാശ്മീർ സംസ്ഥാനത്തൊക്കെ നേരത്തെ ഈ പ്രതിഷേധിക്കുന്നവരെയും ഒക്കെ അവർക്കെല്ലാം നേരെ ഉപയോഗിച്ച് ഇതിനകം തന്നെ വലിയ തോതിൽ വിവാദവും അതുപോലെ വലിയ കോലാഹലത്തിനൊക്കെ ഇടയായിട്ടുള്ള പെല്ലറ്റുകൾ അതുപോലുള്ള സാമഗ്രികളാണ് കർഷകർക്ക് നേരെ, നാടിനെ തീറ്റിപ്പോറ്റുന്ന കർഷകർക്ക് നേരെ കേന്ദ്ര ഗവൺമെൻറ്റും ഹരിയാന പോലീസും എല്ലാം ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രക്ഷോഭങ്ങൾ നേരിടാൻ പെല്ലറ്റുകൾ ഉപയോഗിക്കുന്നതിനെതിരായിട്ട് നേരത്തെ തന്നെ നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ്. ആംനസ്റ്റി ഇൻ്റർനാഷണലും അതുപോലുള്ള അന്താരാഷ്ട്ര സംവിധാനങ്ങളും സ്ഥാപനങ്ങളുമെല്ലാം സംഘടനകളുമെല്ലാം നിരവധി തവണ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. കർഷകരെ കടക്കണിയിലും അതുപോലെ ആഗോള ഇറക്കുമതി സംബന്ധമായ കരാറുകളിലെല്ലാം പെടുത്തി അതിലെല്ലാം കുരുക്കി നിർത്തിയിട്ട് കണ്ണീർ കുടിപ്പിക്കുന്ന നിലയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ജപ്തി, അതുപോലെ ഉൽപ്പന്നങ്ങളുടെ വിലത്തകർച്ച, സബ്സിഡി ഒന്നൊന്നായി വെട്ടിക്കുറക്കുന്നതും ഇല്ലാതാക്കുന്നതും, കാർഷിക മേഖലയിൽ പണിയെടുത്ത് ജീവിക്കുന്നവർക്ക് ജീവിതം തന്നെ അസാധ്യമാക്കുന്ന നിലയിലുള്ള ഇത്തരത്തിലുള്ള നടപടികളാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ഒരു വർഷത്തിലേറെ നീണ്ടുനിന്ന സമരഘട്ടത്തിൽ ആ സമരത്തിൻ്റെ മുഖത്ത് കർഷകർക്ക്, ഇന്ത്യൻ കർഷക ജനസാമാന്യത്തിന് ആ സമരത്തിന് നായകത്വം നൽകിയ കർഷക സംഘടനകൾക്ക് നൽകിയ ഉറപ്പുകൾ ഒന്നൊന്നായി ലംഘിക്കുകയാണ്, വാഗ്ദാനങ്ങളെല്ലാം ലംഘിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള കൃഷിക്കാരുടെ രോഷമാണ് ഇന്നിപ്പോൾ നമുക്ക് പ്രകടമാകുന്നത്. അതിനു നേരെ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന കണ്ണിൽ ചോരയില്ലാത്ത നടപടിക്കെതിരായിട്ട് ഈ കൃഷിക്കാർക്ക് നേരെ അഴിച്ചുവിടുന്ന ക്രൂരമായ അക്രമങ്ങൾക്കെതിരായി രാജ്യമാകെ ഒരേ വികാരവായ്പോടെ ഉയർത്തെഴുന്നേറ്റ് പ്രതിഷേധം ഉയർത്തേണ്ടതുണ്ട് എന്നുകൂടി ഈ സംഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു.